വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഫാൻ ഷോയ്ക്ക് പോകുന്നത്. ഏത് മൂവിയുടെ ഫാൻ ഷോയ്ക്കാണ് പോയത് എനിക്ക് ഓൾറെഡി തമ്പനിയിൽ നിന്ന് മനസ്സിലായിട്ടു. നമ്മുടെ തലപതി വിജയുടെ ഗോഡ് മൂവി റിലീസ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് രാവിലെ 3 മണിക്ക് എണീച്ച് ഞാൻ ഫാൻ ഷോ ഒക്കെ കഴിഞ്ഞു വന്നു. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഫസ്റ്റ് ഫാൻ ഷോയുടെ എക്സ്പീരിയൻസും അതേപോലെ ഗോഡ് മൂവിയെക്കുറിച്ചുള്ള റിവ്യൂ ആയിരിക്കും. ലെറ്റ്സ് ഗോ. ഫസ്റ്റ് തന്നെ ഞാൻ ഈ മൂവിയുടെ ട്രെയിലർ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ട്രെയിലർ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഞാൻ ട്രെയിലർ കണ്ടിട്ടില്ല. ഞാൻ ട്രെയിലർ കാണാഞ്ഞത് മനഃപൂർവ്വം കാണാഞ്ഞല്ല. ഞാൻ യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്ത് അങ്ങനെ ഒരു ട്രെയിലർ മൊത്തം കണ്ടിട്ടില്ല. പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ പല സമയത്തും വിജയുടെ വേറൊരു ലുക്ക് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത് ഇത് എന്താണ് സംഭവം ക്യൂരിയസ് ആയിട്ടാണ്. ബട്ട് ഞാൻ പോയിട്ട് ചെക്ക് ചെയ്തൊന്നും ഇല്ലായിരുന്നു. വളരെ യാദർശികമായിട്ട് എനിക്കങ്ങനെ ഫാൻ ഷോയ്ക്ക് പോകാനൊരു അവസരം കിട്ടി. അപ്പോൾ ഞാൻ ഓർത്തു ഓക്കെ ലെറ്റ് മീ ഗോ ആൻഡ് വാച്ച് ദിസ് മൂവി. ആ മൂവിയും കാണാം. അതിൻ്റെ കൂടെ തന്നെ വിജയ്ക്ക് ആക്ച്വലി കേരളത്തിൽ ഭയങ്കര ഫാൻസാണെന്ന് എനിക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ വിജയുടെ ഓരോ മൂവി ഇറങ്ങുമ്പോഴും വിജയ് ഫാൻസിന് അതൊരു ആഘോഷമാണ്. അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് എനിക്കൊന്ന് കിട്ടണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തിയേറ്ററിൽ പോയത്. അത്രേ ഉള്ളൂ. ട്രെയിലർ കാണാത്തതുകൊണ്ടാണ് എനിക്കങ്ങനെ ഭയങ്കര ഹ്യൂജ് എക്സ്പെക്റ്റേഷൻസ് ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് എനിക്കങ്ങനെ ഒരു ഹ്യൂജ് ഡിസപ്പോയിൻമെൻറ്റും ഇല്ല. ഫസ്റ്റ് ആണ് ഞാൻ വിജയ്ക്കുള്ള ഒരു സ്ക്രീൻ പ്രസൻസ്, അതിനെക്കുറിച്ച് നമ്മൾ പറയണം. സ്ക്രീൻ പ്രസൻസ് എന്ന് പറയുന്നൊരു സാധനം എങ്ങനെയാണ് നമുക്ക് ഒരാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. അത് ചില ആൾക്കാർ, അത് മെയിൻ ക്യാരക്ടർ അഭിനയിക്കുന്നവരാണെങ്കിലും ചെറിയ ക്യാരക്ടർ അഭിനയിക്കുന്നവരാണെങ്കിലും ചിലരെ സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു ഭയങ്കര കണക്ഷൻ ഫീൽ ചെയ്യും. എനിക്ക് വിജയ് സ്ക്രീൻ കാണുമ്പോൾ ആക്ച്വലി അങ്ങനെയാണ് തോന്നുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വിജയോട് ആൾക്കാർക്കുള്ള സ്നേഹം. അതായത് മറ്റേ ഇന്ന് ഫാൻ ഷോ കണ്ട സമയത്ത് വിജയ് ചുമ്മാ നോക്കിയാൽ മതി, അപ്പം തന്നെ ഫാൻസ് മറ്റേ പേപ്പർ കീറി എറിയുന്നു, ഷർട്ട് ഊരി ഡാൻസ് കളിക്കുന്നു. ലൈക്ക് അവർക്കിതൊരു സെലിബ്രേഷനാണ്. നമ്മുടെ ഉത്സവത്തിനൊക്കെ ആൾക്കാർ ആഘോഷിക്കത്തില്ല, അതുപോലെയാണ് വിജയ് തിരിയുമ്പോഴും അറിയുമ്പോഴും ഏതെങ്കിലും ഒരു ഡാൻസിൻ്റെ സ്റ്റെപ്പ് ഇടുമ്പോഴൊക്കെ ഇവർ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കാണാൻ പറ്റി, നേരിട്ട് കാണാൻ പറ്റി. സാധാരണ നമ്മൾ വീഡിയോസിൽ മാത്രമേ ഫാൻസ് വിജയുടെ മൂവി ആഘോഷിക്കുന്നത് കണ്ടിട്ടുള്ളൂ. അത് നേരിട്ട് കാണാൻ പറ്റി. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് വിജയ് മൂവീസ് ആക്ച്വലി ഫാൻസിൻ്റെ കൂടെ തിയേറ്ററിൽ പോയിരുന്നു. ഇനി നിങ്ങൾ ഫാൻ അല്ലെങ്കിൽ പോലും ഫാൻസിൻ്റെ കൂടെ തിയേറ്ററിൽ പോയി ഫാൻ ഷോ കാണുന്നത് ഒരു നല്ല കാര്യമായിരിക്കും. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ നോർമൽ ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്ന് കാണുമ്പോൾ നമ്മൾ ചിരിക്കാത്ത പല സാധനങ്ങളും നോർമൽ ഓഡിയൻസിനോട് ഇരുന്ന് കണ്ടാൽ നോർമൽ ഓഡിയൻസ് എന്ന് വെക്കുന്ന പല സാധനങ്ങളും ഫാൻസ് കാണുമ്പോൾ കൈയടിക്കും. അപ്പം നമ്മൾ മാത്രമുള്ള കൈയടിക്കാത്തെങ്കിൽ കൈയടിച്ചേക്കാന്ന് ഓർത്ത് ചിലപ്പോൾ നമ്മളൊരു കൈയടിച്ചു. കാരണം ആ രീതിയിലാണ് ആ സീൻസൊക്കെ വിജയുടെ ഫാൻസ് സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ആരെങ്കിലും ഒരു സിനിമയിൽ അഭിനയിച്ച് കഴിഞ്ഞാൽ ആ സിനിമ നമ്മളെങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുക, അതുപോലെയാണ് വിജയ് ഫാൻസ് ഈ സിനിമ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ലൈക്ക് ഐ ഡോണ്ട് നോ അബൌട്ട് അതർ ഫാൻസ്. ഞാൻ വേറെ ഫാൻ ഷോയ്ക്ക് ഒന്നും കയറിപ്പെട്ടില്ല, അതുകൊണ്ട് എനിക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് അറിയില്ല. ഒരു വട്ടമെങ്കിലും എന്തായാലും നിങ്ങൾ ഫാൻസിൻ്റെ കൂടെ പോയിരുന്നിട്ട് വിജയുടെ ഒരു പടം കണ്ട് നോക്കുക. എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് മൂവിയിലേക്ക് കിടക്കാം. മൂവിയിലേക്ക് കിടക്കുകയാണെങ്കിൽ ഈ മൂവിയിൽ വിജയ് ഉണ്ട്, അതേപോലെ തന്നെ പ്രഭുദേവ ഉണ്ട്, അതുപോലെ തന്നെ ജയറാം ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ അജ്മലുണ്ട്. അജ്മലിനെ ആക്ച്വലി എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. അജ്മൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായി ഒരു വേനൽപ്പുഴയിൽ ആ പാട്ട് ആർക്കാണ് അറിയാത്തത്, ഏത് മലയാളിയിൽ കാണാൻ പറ്റാത്തത്. അപ്പോൾ അതിലെ നമ്മുടെ അജ്മൽ. ആക്ച്വലി ഞാൻ അജ്മലിൻ്റെ ഒരു വെൽവിഷറാണ്. അജ്മൽ അങ്ങനെ ഒരുപാട് മൂവീസ് ചെയ്ത് വലിയൊരു സ്റ്റാർ ആയിട്ടില്ലെങ്കിലും ഞാൻ അജ്മലിൻ്റെ ഒരു വെൽവിഷറാണ്. അജ്മലിന് നല്ല നല്ല പടങ്ങൾ കിട്ടണം, അജ്മലിന് നല്ല നല്ല സിനിമകൾ കിട്ടണം. അജ്മൽ കുറച്ചുകൂടെ ഫേമസ് ആണ്. സോ അണ്ടർ റേറ്റഡ് എന്ന് എനിക്ക് തോന്നുന്ന ഒരു ആക്ടറാണ് അജ്മൽ. അറിഞ്ഞൂടാ, അജ്മലിൻ്റെ ചിരിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ അജ്മലിനെ കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി. പിന്നെ നായികമാരിലേക്ക് വരികയാണെങ്കിൽ സ്നേഹ വിജയുടെ ഓപ്പോസിറ്റ് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് സന്തോഷമായി. കാരണം ഇവരൊക്കെ ഏകദേശം ഒരേ സമയത്ത് സ്നേഹ നായികയായിട്ടും വിജയ് നായകനായിട്ടും ഒക്കെ അഭിനയിച്ച് തുടങ്ങിയതാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ വിജയുടെ ഓപ്പോസിറ്റ് ആയിരുന്ന ആൾ തന്നെ ഈ സിനിമയിൽ വിജയുടെ ഓപ്പോസിറ്റ് ആയിട്ട് വരുമ്പോഴത്തേക്ക് സന്തോഷം തോന്നി. കാരണം ചില പടങ്ങളിലൊക്കെ നായകൻ 65 വയസ്സായാലും നായിക മാത്രം ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. പിന്നെ ഗോട്ടിൻ്റെ കഥയിലേക്ക് വരികയാണെങ്കിൽ ഇതുവരെ നിങ്ങൾ വിജയ് സിനിമയിൽ കണ്ടിട്ടില്ലാത്ത, നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത, നിങ്ങളെ ഞെട്ടിക്കാൻ പോകുന്ന ഒരു കഥയാണ്. അതെ ഗൈസ്, നിങ്ങളെ ഞെട്ടിക്കാൻ പോകുന്ന ഒരു കഥയാണ്. അണ്ണൻ ഈ പ്രാവശ്യം രക്ഷിക്കുക തന്നെയാണ് ചെയ്തത്. ഫസ്റ്റ് അണ്ണൻ രക്ഷിച്ചുകൊണ്ടിരുന്നത് വീട്ടുകാരെ അവരെയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് സ്വന്തം ഗ്രാമം രക്ഷിക്കാൻ തുടങ്ങി. പിന്നെ ഗ്രാമം കഴിഞ്ഞിട്ട് പിന്നെ ജില്ലയായി, ജില്ല പിന്നെ സ്റ്റേറ്റായി, പിന്നെ അത് നമ്മുടെ രാജ്യമായി, അത് കഴിഞ്ഞ് യൂണിവേഴ്സായി, അങ്ങനെ രക്ഷിക്കായിരുന്നു. അപ്പോൾ ഈ പടത്തിൽ അണ്ണൻ രക്ഷിക്കാൻ പോകണം. അണ്ണൻ ആരാണ് രക്ഷിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാകും. പിന്നെ അണ്ണൻ്റെ മൂവി ആയതുകൊണ്ട് തന്നെ അണ്ണൻ രക്ഷിക്കാനുള്ളവരെല്ലാം അണ്ണൻ രക്ഷിക്കും. പിന്നെ അണ്ണൻ്റെ കൂടെ നിൽക്കുന്ന കുറച്ച് കൂട്ടുകാർക്കൊക്കെ ചില മരണങ്ങളൊക്കെ സംഭവിക്കും. പക്ഷെ എന്നാലും അണ്ണനൊന്നും പറ്റില്ല, അണ്ണൻ സേഫായിരിക്കും. മൂവിയുടെ അവസാനം വരെ അണ്ണൻ പിടിച്ചിരിക്കും. അതാണ് ട്വിസ്റ്റ്. പിന്നെ പെർഫോമൻസിലേക്ക് വരികയാണെങ്കിൽ രക്ഷകനായിട്ടുള്ള വിജയുടെ പെർഫോമൻസ്
കലക്കിയിട്ടുണ്ട്. അതിന് റീസൺ എന്താണെന്ന് വെച്ചാൽ എല്ലാ ദിവസവും കുക്ക് ചെയ്യുമ്പോൾ പാചകം വളരെ നന്നാവുമെന്ന് പറയുന്ന പോലെ എല്ലാ സിനിമയിലും ആൾക്കാരെ രക്ഷിക്കുന്നതായിട്ട് അഭിനയിച്ച് വിജയ്ക്ക് ഇപ്പോൾ ഇത് നല്ലപോലെ അറിയാം. വിജയ്ക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നാട്ടിലുള്ള എല്ലാവരും രക്ഷിക്കുന്ന ഒരാളായിട്ട് അഭിനയിക്കാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നെക്സ്റ്റ് പെർഫോമൻസിലേക്ക് വരുമ്പോഴത്തേക്ക് ആക്ച്വലി ആരുടെയും പെർഫോമൻസ് ഒന്നും കണ്ടിട്ട് അയ്യേ എന്ന് പറയത്തക്ക രീതിയിലൊന്നുമില്ല. എല്ലാം ആക്ച്വലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ തന്നെയാണ്. അതുകൊണ്ട് പെർഫോമൻസിൽ ഇതിലൊന്നും അങ്ങനെ പ്രശ്നമൊന്നുമില്ല. പിന്നെ എനിക്ക് ആക്ച്വലി സർപ്രൈസിങ് ആയിട്ട് തോന്നിയൊരു പെർഫോമൻസ് എന്താണെന്ന് വെച്ചാൽ ഇതിൽ അച്ഛൻ വിജയ് ഉണ്ട്, ഒരു മകൻ വിജയ് ഉണ്ട്. അപ്പോൾ ഈ മകൻ അത് പറഞ്ഞപ്പോഴുള്ളത് ക്രിഞ്ച് പെർഫോമൻസ് ഇല്ലെന്നല്ലേ ഞാൻ പറഞ്ഞത്. നമുക്ക് ക്രിഞ്ച് പെർഫോമൻസിലേക്ക് വരാം. സോ ക്രിഞ്ച് പെർഫോമൻസിലേക്ക് വന്നാൽ വിജയുടെ മകനായിട്ട് ആക്ച്വലി വിജയെ തന്നെയാണ് കാണിക്കുന്നത്. സോ അതൊരു 10-25 ഏകദേശം ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ഒരു കുട്ടിയായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവർ വിജയെ തന്നെ എന്തോ AI എന്തൊക്കെ ഉപയോഗിച്ചിട്ട് എന്തോ എഡിറ്റൊക്കെ ചെയ്ത് എൻ്റെ സ്കിന്നൊക്കെ സ്മൂത്താക്കി കണ്ണൊക്കെ ചെറുതാക്കി എന്തോ ചെയ്ത് വെച്ചിരിക്കണം. നിങ്ങൾ ട്രെയിലറിൽ ആ രൂപം ഉണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. എനിക്ക് അത് കാണുമ്പോഴത്തേക്കും ഭയങ്കര കോമഡി ആയിട്ട് എന്ന് തോന്നി. കാരണം ഇതിനു മുമ്പ് ഒരു വിജയുടെ ഒരു സിനിമ ഇറങ്ങിയപ്പോൾ നമ്മുടെ മാത്യു അതിൽ വിജയുടെ മകനായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ ചെറുതായിട്ട് വിജയുമായിട്ട് ഫേസ് കട്ടുള്ള ആരെങ്കിലും മകനായിട്ട് വെച്ചാൽ പോരായിരുന്നു എന്നെനിക്ക് കണ്ടപ്പോൾ തോന്നി. വിജയുടെ പ്രായവും ബോഡി ലാംഗ്വേജൊക്കെ വെച്ചിട്ട് 25 വയസ്സുള്ള ഒരാളുടെ ബോഡി ലാംഗ്വേജിലേക്ക് ആ ഒരു ഫേസ് ഷേപ്പിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ചെയ്ത് ലൈക്ക് ആർട്ടിഫിഷ്യലായിട്ട് എന്തൊക്കെയോ ചെയ്തിട്ട് കയ്യിൽ നിന്ന് പോയെന്നും പറയാൻ പറ്റത്തില്ല, എങ്കിൽ നന്നായെന്നും പറയാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഒരു സാധനമാണ്. അപ്പം അത് ബാക്കിയുള്ളവർക്ക് എങ്ങനെ വർക്കൗട്ട് ആയെന്ന് എനിക്കറിയില്ല. എനിക്കത് കണ്ടപ്പോൾ തോന്നുന്നു വേണ്ടായിരുന്നു. ഏകദേശം വിജയുടെ പോലത്തെ ഫേസ് കട്ടുള്ള ഒരു ആക്ടറെ കണ്ടുപിടിക്കാൻ ഇത്രയ്ക്ക് ബുദ്ധിമുട്ടാണോ? കാസ്റ്റിങ്ങിൻ്റെ കാര്യത്തിൽ നമ്മുടെ നാട്ടിൽ കാസ്റ്റിംഗ് ഏജൻസികൾക്കൊക്കെ ഇത്ര ക്ഷാമമാണോ? അങ്ങനെ നോക്കുകയാണെങ്കിൽ അതും ഒരു തമിഴ് പയ്യനൊക്കെ കിട്ടാൻ ഇത്ര പാടാണോ? അത് ഏകദേശം അതേ സ്കിൻ ടോണൊക്കെ ഉള്ള മാനറിസംസ് ഉള്ള ആളെ കിട്ടാൻ ഇത്ര പാടാണോ? ഇപ്പം നമ്മൾ ഇത് 96 നോക്കിയാൽ 96-ലൊക്കെ എന്ത് നന്നായിട്ടാണ് ആ കാസ്റ്റിംഗ് വന്നിരിക്കുന്നത്. ആക്ച്വലി ഞെട്ടിപ്പിച്ചൊരു പെർഫോമൻസ് എന്ന് പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഇതിൽ മകൻ വിജയുടെ ഓപ്പോസിറ്റ് ലവ് ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്ന ഒരു കഥാപാത്രമുണ്ട്. അങ്ങനെ മുഴുനീളൻ കഥാപാത്രമൊന്നുമല്ല, ബട്ട് ഉണ്ട്. അത്യാവശ്യം ഡയലോഗ്സും കാര്യങ്ങളും കുറച്ച് സീൻസും ഒക്കെ ഉള്ള ഒരു കഥാപാത്രമുണ്ട്. അപ്പോൾ പുള്ളിക്കാരിയുടെ സീൻസ് കാണുന്ന സമയത്ത് പ്രത്യേകിച്ച് ഡയലോഗ്സ് ഒന്നുമില്ലായിരുന്നു. നിൽക്കുന്നു, ചിരിക്കുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് കാണാൻ നല്ല ഭംഗിയുള്ളൊരു കുട്ടി. അപ്പം ഞാൻ വിചാരിച്ചു നന്നായിട്ട് ഡ്രസ്സ് ചെയ്യുന്ന കാണാൻ നല്ല ഭംഗിയുള്ളൊരു കുട്ടി. അപ്പം ഞാൻ വിചാരിച്ചു ഇത്രേ ഉള്ളൂ എന്ന് വിചാരിച്ചു. ലുക്കിന് വേണ്ടിയിട്ട് ചെയ്തൊരു കാസ്റ്റിംഗ് ആണെന്ന് എനിക്ക് തോന്നി. അത് തെറ്റാണ്, ഞാൻ അങ്ങനെ ചിന്തിക്കാൻ വളർന്നു, മൈ മിസ്റ്റേക്ക്. അങ്ങനെയാണ് വിചാരിച്ചത്. തമിഴ് സിനിമയിലൊക്കെ അത് കുറേ വരാറുണ്ടല്ലോ, ചുമ്മാ കാണാൻ നല്ലൊരു ഭംഗിയുള്ള ഒരു കുട്ടി ഓപ്പോസിറ്റ് ഇടുക, അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അത് കഴിഞ്ഞ് ക്ലൈമാക്സിലേക്ക് വന്നപ്പോഴത്തേക്കും ഈ മോൻ വിജയും അതുപോലെ തന്നെ ഈ കുട്ടികളുള്ളൊരു സീനുണ്ടായിരുന്നു. അതിൽ ഈ കുട്ടി ഇമോഷണൽ ആവുന്ന ഒരു സീനുണ്ട്. അതെനിക്ക് കണ്ടപ്പോഴത്തേക്കും തോന്നി വാവ്, പെർഫോമൻസ് ആ ഒരു ഇമോഷണൽ സാധനം കൊച്ചു അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. അപ്പം ആ കുട്ടിയുടെ അടുത്തുനിന്ന് ഞാൻ അങ്ങനെ ഒരു പെർഫോമൻസ് പ്രതീക്ഷിക്കാഞ്ഞത് കൊണ്ട് തന്നെ ആ ഒരു പെർഫോമൻസ് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇപ്പോൾ റിവ്യൂസ് വരുന്ന സമയത്ത് മൂവിയിൽ കുറേ ഫൈറ്റ് സീക്വൻസിനെയൊക്കെ ആൾക്കാർ എടുത്ത് വെച്ച് ട്രോളുമായിരിക്കും. പക്ഷെ അതൊന്നും ട്രോളേണ്ട കാര്യമില്ല. കാരണം ഒരു വിജയ് മൂവിയിൽ നിന്ന് നിങ്ങൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, ഒരു തലപതി മൂവിയിൽ നിന്ന് നിങ്ങൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? ഈ മൂവിക്ക് ഒരു ഫോർമുല ഉണ്ട്. അതിപ്പം വിജയ് സിനിമ കാണുന്നവർക്ക് അല്ലെങ്കിൽ വിജയ് സിനിമകൾക്ക് സ്ഥിരം പോകുന്ന ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ആക്ച്വലി വിജയ് സിനിമകൾ ഇറങ്ങുന്നത്. വിജയ് സിനിമകളിൽ എങ്ങനെയാണ്, പാട്ടുകളുണ്ടാവും, ഇഷ്ടംപോലെ പാട്ടുകളുണ്ടാവും. അതിനൊക്കെ എല്ലാ പാട്ടിലും വിജയ് ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. കോമഡി എന്താണെന്ന് വെച്ചാൽ ടെററിസ്റ്റിനെ കൊല്ലുന്ന സീനൊക്കെ ആയിരിക്കും. ടെററിസ്റ്റിനെയൊക്കെ കൊന്ന് തള്ളി ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ളൊരു സീനായിരിക്കും. അത് കഴിയുമ്പോൾ നെക്സ്റ്റ് കട്ടിൽ കാണുന്നത് വിജയ് നായികയുടെ കൂടെ ഡാൻസ് കളിക്കുന്നതായിരിക്കും. ഇറ്റ് ഈസ് ഹൗ ഇറ്റ് ഈസ്. ഇവിടേക്കാണ്. അപ്പോൾ അതിനൊന്നും നമ്മൾ ലോജിക്കില്ല എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഞാനും വിജയ് സിനിമകളിൽ ലോജിക്ക് കണ്ടെത്താൻ പോകാറൊന്നുമില്ല. അതൊക്കെ ഭയങ്കര മണ്ടത്തരമാണ്. പാട്ടുണ്ടാവും, ഡാൻസ് ഉണ്ടാവും, ഒന്ന് ആഘോഷിക്കാനുള്ളൊരു പടം. കുറച്ച് പേർക്ക് വിജയ് ഇഷ്ടപ്പെടുന്ന കുറച്ച് പേർക്ക് തിയേറ്ററിലൊക്കെ കണ്ട് ആസ്വദിക്കുക, ആഘോഷിക്കുക. അതാണ് വിജയ് പടത്തിൻ്റെ, അതിന് വേണ്ടിയിട്ടാണ് വിജയ് പടം ഇറങ്ങുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് ഈ രക്ഷകൻ ഫോർമുല ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നുണ്ട്. വിജയ് വരുമ്പോഴേ വിജയുടെ പടം ഇറങ്ങുന്നതിന് മുമ്പേ നമുക്കറിയാം ഇതിൽ രക്ഷിക്കാൻ പോകുന്നു, വിജയ് രക്ഷിക്കാൻ ഇറങ്ങുന്നു, വിജയുടെ കൂട്ടത്തിലുള്ള കുറച്ച് കൂട്ടുകാർ മരിക്കുമായിരിക്കും, പക്ഷെ വിജയ് മരിക്കില്ല. എന്നിട്ട് എല്ലാവരും രക്ഷിച്ച് വിജയ് മാസാവും എന്ന് നമുക്കറിയാം. പിന്നെ ഈ സിനിമ കണ്ടപ്പം ഞാൻ ഇട്ടൊരു ഷോർട്ട് വീഡിയോയിൽ ഞാൻ പറഞ്ഞു, എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്ന് വെച്ചാൽ സിനിമ വളരെ നോർമലായിട്ട് തന്നെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. സാധാരണ വിജയ് സിനിമകളിലെ പോലെ വിജയ് ആൾക്കാരെ രക്ഷിക്കുന്നു, ഇടയ്ക്ക് പാട്ട് പാടുന്നു, അതിൻ്റെ കൂടെ ഡാൻസ് കളിക്കുന്നു, പ്രേമം, പ്രണയം, ഫാമിലി സെൻറ്റിമെൻറ്റ്സ്, കുട്ടികൾ,
എന്നൊക്കെയുള്ള അമ്മ റോൾ മാത്രം ഇല്ലായിരുന്നു, അമ്മ സെൻറ്റിമെൻറ്റ്സ് മാത്രം ഈ പടത്തിലില്ലായിരുന്നു. ബട്ട് ഭാര്യ സെൻറ്റിമെൻറ്റ്സ്, ഭാര്യയോടുള്ള പേടി, ഭാര്യയോടുള്ള സ്നേഹം, മക്കളോടുള്ള സ്നേഹം, അങ്ങനെ ആരെങ്കിലും മക്കളെ തട്ടിക്കൊണ്ട് പോകുന്നു അപ്പോൾ മക്കളെ രക്ഷിക്കാനുള്ളത്, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. എനിക്ക് മനസ്സിലാവാൻ എന്താണെന്ന് വെച്ചാൽ ക്ലൈമാക്സിൽ ഒരു മിനിറ്റിന് താഴെ തോന്നുന്നു ഒരു സീനിൽ ഒരു 4-5 വിജയ് ഇങ്ങനെ വന്ന് നിൽക്കുന്ന കണ്ടു. അതിൽ താടിയില്ലാത്തൊരു ഫുൾ ഷേവ് ചെയ്തൊരു വിജയം ഉണ്ടായിരുന്നു, താടിയുള്ളൊരു വിജയം ഉണ്ടായിരുന്നു, പിന്നെ ഏതോ ഒരു വിജയ് ഒരു ബോക്സിനകത്ത് വെച്ചിരിക്കുകയായിരുന്നു, ഇതോ 3.0 എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല, ഞാൻ ഇത് ക്ലോണോ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല, റോബോട്ടോ അല്ലാണോ, എന്താ സംഭവം. ഓൾറെഡി വിജയുടെ മോനായിട്ടുള്ള ക്യാരക്ടർ ഇല്ല, അച്ഛൻ വിജയും അല്ല, പിന്നെ ഏതോ 3 വിജയം കാണിക്കുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇതാരാ, ഇതൊക്കെ ഇവരൊക്കെ എവിടുന്ന് വന്നു എന്നുള്ളതായിരുന്നു എൻ്റെ റിയാക്ഷൻ. അത് കഴിഞ്ഞിട്ട് സിനിമ കണ്ടിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കുറേ ആൾക്കാരോട് ചോദിച്ചു ക്ലൈമാക്സ് എന്തായിരുന്നു, എനിക്ക് മനസ്സിലായിരുന്നു. ഞാൻ ചോദിച്ച ആർക്കും ഇതുവരെ ക്ലൈമാക്സ് മനസ്സിലായിട്ടില്ല. അപ്പോൾ ക്ലൈമാക്സ് മനസ്സിലായ ആരെങ്കിലും ഈ റിവ്യൂ കാണുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ചില മൂമെൻറ്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗൂസ് ബംസ് വന്ന ഒരു സീനുണ്ടായിരുന്നു. അത് ബാക്കിയുള്ളവരെ കാര്യം എനിക്കറിയില്ല, എനിക്ക് ആ സീൻ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര വാവ് എന്ന് ഞാൻ പറഞ്ഞു. അത് വിജയുടെ സീൻ തന്നെയാണ്, വിജയ് തന്നെയാണ് ആഘോഷം ചെയ്തിരിക്കുന്നത്. അത് അടിപൊളിയായിട്ടുണ്ട്. അത് ഫൈറ്റോ വേറൊന്നുമല്ല, ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആ ഒരു എൻട്രി ഉണ്ട്, ആ എൻട്രി എന്ന് പറയുന്നത് കലക്കനായിരുന്നു. അത് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം കൂടെ വന്നപ്പോഴത്തേക്ക് അത് അടിച്ചു പൊളിച്ചു. എന്ന് കട്ട് ചെയ്യൂ എന്ന് തോന്നുന്ന ചില സീൻസ് ഉണ്ടായിരുന്നു. ചില ഇമോഷണൽ സീൻസ് കുറച്ച് ഡ്രാഗ് ചെയ്തു, അത്രയും വേണ്ടിയിരുന്നില്ല. നമുക്ക് കാര്യം മനസ്സിലായി, ഇനിയിപ്പോൾ അടുത്ത സീനിലേക്ക് പോകാം എന്ന് തോന്നുന്ന രീതിയിലുള്ള കുറച്ച് സീൻസ് ഉണ്ടായിരുന്നു. മൊത്തത്തിൽ ഈ സിനിമയിലെല്ലാം ഉണ്ട്. നിങ്ങൾക്ക് ക്രിഞ്ച് വേണോ, ക്രിഞ്ചുണ്ട്, ഗൂസ് ബംസ് വേണോ, അതുണ്ട്, പാട്ടുണ്ട്, ഡാൻസ് വേണോ, ഡാൻസ് ഉണ്ട്, ടെററിസ്റ്റുകൾ വേണോ, ടെററിസ്റ്റ് അറ്റാക്ക് വേണോ, രക്ഷിക്കുന്നത് വേണോ, ഭാര്യ സ്നേഹം വേണോ, മക്കൾ സ്നേഹം വേണോ, കൂട്ടുകാർ സ്നേഹം വേണോ, മറ്റേ ജോലിയോടുള്ള സ്നേഹം വേണോ, അങ്ങനെ എല്ലാം ഉള്ളൊരു സിനിമയാണ്. ഈ സിനിമ കാണാൻ നിങ്ങൾ ഡിസൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോയി കാണുക, തിയേറ്ററിൽ തന്നെ പോയി കാണുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, ബൈ ബൈ. നിങ്ങൾക്ക് വേറെ സിനിമയുടെ റിവ്യൂ ആയിട്ട് വേറെ ദിവസം കാണാം.